ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. എന്തൊക്കെ എല്ലാവരുടെ വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അപ്പോൾ ഇതാ ഞാൻ യൂട്യൂബ് തുടങ്ങിയിട്ട് ഇത്ര വലിയൊരു ഗ്യാപ്പ് ഇത് ആദ്യമായിട്ടാട്ടോ എടുക്കണം. ഏകദേശം ഒരു 8 മന്ത് ഗ്യാപ്പായി. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഗ്യാപ്പ് വരാറുണ്ട് എൻ്റെ വീഡിയോസ്. ഞാനങ്ങനെ അത്ര കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ആളല്ല. പിന്നെ എക്സ്ക്യൂസ് പറയുകയാണെന്ന് വിചാരിക്കരുത്, കുറച്ച് തിരക്കുള്ള സമയമായിരുന്നു. കാരണം ബി എഡും അതിൻ്റെ വർക്കും അസൈൻമെൻറ്റ്സും സബ്മിഷനും എക്സാംസും കുറേ ട്രെയിനിങ് പ്രോഗ്രാംസും അങ്ങനെ എല്ലാം കഴിഞ്ഞ് വന്നപ്പോഴത്തേനും ഒരു തീരെ സമയമില്ലാത്തൊരു കാലഘട്ടമായിരുന്നു. എന്നാലും ഞാൻ 1-2 വീഡിയോസൊക്കെ ആ സമയത്ത് ഇട്ടെന്ന് തോന്നുന്നുണ്ട്. ബട്ട് മൊത്തത്തിലൊരു എക്സോസ്റ്റ് ആയിട്ടൊന്നും ഒരു പ്ലാൻ ചെയ്യാൻ പറ്റാത്തൊരു സമയമായിരുന്നു. അതിൻ്റെ കാര്യങ്ങൾ തന്നെ ചെയ്യാൻ ഒരുപാടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഇപ്പോഴാണ് ഒരു ഫുൾ ഫ്രീ ആയത്, സ്വസ്ഥം സമാധാനമായി മാറിയത്. പിന്നെ അന്ന് പ്രത്യേകിച്ച് അങ്ങനെ കാര്യങ്ങൾ ഷെയർ ചെയ്യാനോ ഒന്നുമില്ലായിരുന്നു. ഒരേ സിസ്റ്റം, എന്താ പറയുക, ഒരേ റൂട്ടീന് അങ്ങനെയായിരുന്നു. അപ്പോൾ ഞാൻ വീണ്ടും നമ്മൾ യൂട്യൂബ് ചാനൽ തട്ടിക്കൊട്ടി റീസ്റ്റാർട്ട് ചെയ്യാണ്. അപ്പം വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവുന്നതാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതാ രാവിലെ ഒരു 7-7:30 ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ സ്കൂൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അറൗണ്ട് 7 ആ സമയത്ത് കട്ടിൽ നിന്ന് പൊന്തുള്ളൂ. കാരണം കുറേ മുമ്പ് കുറേ ടൈം നേരത്തെ നീച്ചതിൻ്റെ ഒക്കെ ഇപ്പം പകരം വീട്ടുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ 7 ആകുമ്പോൾ സ്കൂളുള്ള ദിവസമാണെങ്കിലും എണീക്കുള്ളൂ. അപ്പോൾ ഇതാ താഴെ വന്നു. ലൈറ്റൊന്നും ഇടാത്തോണ്ടാട്ടോ വിളിച്ചില്ലാത്ത. എല്ലാവരും രാവിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഉമ്മയും വല്യപ്പയൊക്കെ ഇപ്പോൾ പുറത്ത് പോയിട്ടുണ്ട്. ഉമ്മ മുറ്റം അടിച്ചു വരുന്ന അങ്ങനത്തെ ഒക്കെ തിരക്കിലാണ്. അപ്പോൾ ഉമ്മ എവിടെയെന്ന് നോക്കിയപ്പം ബാക്ക് സൈഡിലാണ്. അപ്പോൾ അവിടെ ഒരു ഈന്തമരം ഉണ്ട്, നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. കുറച്ചും കൂടി ഞാൻ അടുത്തുനിന്ന് കാണിക്കാം കേട്ടോ. ഇനിയിപ്പോൾ പപ്പ എനിക്ക് രാവിലെ തന്നെ ഒരു ചെറിയ ഡ്യൂട്ടി ഗൾഫിൽ നിന്ന് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇന്നലെ തലേന്ന് അവിടെ വീട്ടിലൊരു ചെറിയ വർക്ക് ഉണ്ടായിരുന്നു, അതിൻ്റെ വീഡിയോസ് എടുത്ത് അയക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് അയക്കാൻ പോകുമ്പോൾ ഈന്തമരം കുറച്ചും കൂടി നല്ല വൃത്തിക്ക് കാണാൻ പറ്റുമ്പോഴെന്ന് അപ്പം ഞാൻ കാണിക്കാം. അപ്പോൾ അതാണ് വർക്ക്. ഒരു ചെറിയ എന്താ പറയുക ഇതിട്ടാണ് മുകളിൽ വെള്ളം ചാടുന്നതിന് നേരെ അതിലേക്ക് ചാടണ്ടെന്ന് വിചാരിച്ചിട്ട് ഒരു ജസ്റ്റ് എന്താ അതിന് പറയുക, ആ സാധനം ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഈന്തതിൽ ഫുള്ളിങ്ങനെ ചുറ്റിലിങ്ങനെ കുരു പോലുള്ളതാണ് ഈന്തക്കായ കേട്ടോ. അത് ഉണക്കി പൊടിച്ച് പുട്ട് ചുടും, പിടി ഉണ്ടാക്കും, അങ്ങനത്തെ പണിയൊക്കെ എടുക്കും. പക്ഷെ ഞങ്ങൾ എടുക്കാറില്ല, ഞങ്ങളതല്ല. തൊട്ടപ്പുറത്തെ വീട്ടിലാണ്, പക്ഷെ തൊട്ടടുത്ത് തന്നെ മതിലിൻ്റെ തൊട്ടപ്പുറത്തായിട്ടാണ് ഈ കുഞ്ഞു മരങ്ങളൊക്കെ ഉള്ളത് കേട്ടോ. അപ്പോൾ ഇതിൽ കായ വന്നിട്ടില്ല, നേരത്തെ കാണിച്ചതിലാണ് കായ ഉള്ളത്. അപ്പോൾ അതൊക്കെ തന്നെ ഞാനിങ്ങനെ വീഡിയോക്ക് എടുത്ത് വന്ന് നേരെ നോക്കുമ്പോൾ തന്നെ നമ്മൾ അല്ലു എണീച്ച് വന്നിട്ടുണ്ട്. മുകളിലാണ് കിടക്കുക കേട്ടോ. അപ്പം ഇവിടുന്ന് ഞാൻ വാതിലൊക്കെ തുറക്കുന്ന സൗണ്ട് കേട്ടിട്ട് അല്ലു എണീച്ചിട്ടുണ്ട്. എണീച്ചിങ്ങനെ ഞാൻ എന്താണ് ഇവിടെ കാണിക്കുന്നത്, ഇവിടേക്ക് അത്ര അവർക്ക് ഈ ഏരിയ പ്രൊഹിബിറ്റഡ് ആണ്. അപ്പോൾ അവിടെ ഇങ്ങനെ നോക്കി ചിരിക്കുക, ഇറങ്ങിയാലോ എന്ന് വിചാരിച്ചിട്ട് നോക്കി ചിരിക്കുക കേട്ടോ. എന്നാലും പിന്നെ ഇങ്ങനെ താഴോട്ട് ഇറങ്ങിപ്പോയി. അവൾക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊടുത്തു. ഇന്ന് രാവിലെ കുറച്ച് തിരക്കുള്ള സമയമാണ്. ഇന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വല്യപ്പ ഞങ്ങൾ വിളിക്കുക നാന ഇവിടെ ഞങ്ങളുടെ നാട്ടിൽ ഒരു ചെറിയ പ്രോഗ്രാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതെന്താ വെച്ചാൽ കിഡ്നി ഡയാലിസിസിൻ്റെ ഫ്രീ ആയിട്ടുള്ളൊരു ക്യാമ്പാണ്. എല്ലാവർക്കും കിഡ്നി ഫ്രീ ചെക്കപ്പും അങ്ങനെയുള്ള കുറച്ചൊരു ഒരു ക്ലാസ്സും ഒക്കെ ആയിട്ടുള്ളൊരു പരിപാടിയാണ്. അപ്പോൾ രാവിലെ തന്നെ പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന വീഡിയോ ഒന്നും പിന്നെ ഞാൻ എടുത്തിട്ടില്ല. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കുട്ടികളും ഞാനും അനിയത്തി വരും, ഇമ്മി എല്ലാവരും ഞങ്ങൾക്കാണ് ഫസ്റ്റത്തെ ടോക്കന്. കാരണം ഞങ്ങളെ വല്യപ്പാണല്ലോ പരിപാടി അറേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ നമുക്കാണ് ഫസ്റ്റത്തെ ടോക്കൺ. അപ്പോൾ പരിപാടി തുടങ്ങുമ്പോഴത്തേനും 8-8:30 ആയപ്പോഴത്തേനും ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇറങ്ങി മുറ്റത്തേക്ക് ഇറങ്ങിയാൽ തന്നെ അനിയത്തി വരും. അപ്പോൾ അനിയത്തിൻ്റെ കൂടെ ജോയിൻ ചെയ്തിട്ട് അവരെ കൂടെ പോകും. ഇവിടെ അടുത്ത് തന്നെയാണ് പരിപാടി ഉള്ളത്. അപ്പോൾ അവിടെ പോയിട്ട് എല്ലാവരും കിഡ്നിയൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ കുട്ടിയൊക്കെ അങ്ങനെ വലിയ ഡ്രസ്സപ്പൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. കുട്ടികൾ വണ്ടിയിൽ തന്നെയാണ് ഇരുത്താമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വല്ലാണ്ടൊന്നും ഡ്രസ്സ് ചെയ്തിട്ടില്ല. പിന്നെ ജസ്റ്റ് അവർ ആ ഉദ്ഘാടനം ജസ്റ്റ് അവിടെയുള്ള ആ ഒരു ഫസ്റ്റ് സ്റ്റാർട്ടിങ് സെറിമണിയൊക്കെ കണ്ടിട്ട് നേരെ പിന്നെ വണ്ടിയിൽ തന്നെയായിരുന്നു കേട്ടോ. അങ്ങനെതാ അവരെത്തി. സിസ്റ്ററുടെ മക്കളെ പേരാണ് കേട്ടോ ഒമറും അബ്ദും. അവരെ കണ്ടാൽ തന്നെ ഇവർ രണ്ടാളും പിന്നെ ഫുള്ള് കളിയാണ്. പിന്നെ നമ്മൾക്ക് ഒന്നില്ലെങ്കിൽ കളി അല്ലെങ്കിൽ അടി, ഇതിലേതെങ്കിലും ഒന്നിലായിരിക്കും അവസാനിക്കുക. എനിവേ നമ്മൾ ആ സ്ഥലത്തെത്തി. പരിപാടിയൊന്നും തുടങ്ങിയിട്ടില്ല. എല്ലാ സംഭവങ്ങളൊക്കെ ഡയാലിസിസ് യൂണിറ്റിൻ്റെ എല്ലാ സംഭവങ്ങളൊക്കെ അവിടെ വന്ന് അറേഞ്ച് ആവുന്നുള്ളൂ. ഞങ്ങൾ നേരത്തെ എത്തിയതാണ്. അപ്പം പരിപാടി നടത്തുന്നത് ശിഹാബ് തങ്ങൾ ഡയാലിസിസ് സെൻറ്റർ കൊണ്ടോട്ടി ബ്രാഞ്ചാണ് നമുക്ക് ഈ പരിപാടി അറേഞ്ച് ചെയ്ത് തന്നത് കേട്ടോ. കൊണ്ടോട്ടി ബ്രാഞ്ചായിട്ടാണ് എൻ്റെ വല്യപ്പ കോണ്ടാക്ട് ചെയ്യുന്നതും നമ്മളെ നാട്ടിൽ ഇങ്ങനെ ഒരു ഫ്രീ ക്യാമ്പും അതിൻ്റെ ഓറിയൻറ്റേഷൻ ഒക്കെ എല്ലാവർക്കും കൊടുക്കുന്നത്.
അപ്പം എൻ്റെ വല്യപ്പനെ ഞാൻ കാണിച്ചതാ, ഇതാണ് എൻ്റെ വല്യപ്പ. ഞങ്ങളെല്ലാവരും നാനാന്നാണ് കേട്ടോ വിളിക്കുക. ഇപ്പയാണ് ഇതിൻ്റെ ഒരു ഇപ്പയും പിന്നെ ഇപ്പൻ്റെ കുറച്ച് ഫ്രണ്ട്സും ആണ് ഇതിൻ്റെ ഓൾ ഇൻ ഓൾ എല്ലാ കാര്യങ്ങളും നടന്ന് ചെയ്തിട്ടുള്ള. അതിനുള്ള ഒരു പ്രശംസയൊക്കെ ഇപ്പോൾ കിട്ടുന്നുണ്ട് അവരുടെ ഭാഗത്തുനിന്ന്. അപ്പോൾ എന്തായാലും ഞാൻ വഴിയ വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ അങ്ങനെ ഒരുപാട് ലേറ്റ് ആവാതെ ഓൺ ടൈമിന് തന്നെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു. എല്ലാവരും ഇൻവൈറ്റ് ചെയ്തു, സ്റ്റേജിലേക്ക് വെൽക്കം ചെയ്തു. ഇനോഗ്രൽ ഫങ്ഷൻസൊക്കെ പ്രോപ്പറായിട്ട് തന്നെ നടന്നു. എല്ലാം വളരെ ഭംഗിയായിട്ട് തന്നെ നടന്നു. പിന്നെ എനിക്ക് അത്ര ക്ലിയറിൽ വീഡിയോ എടുക്കാൻ പറ്റാത്ത വാൻ സ്ക്രീനിൽ ഇങ്ങനെ വെളിച്ചമുള്ളതുകൊണ്ട് ഇവിടുന്ന് അങ്ങോട്ട് എടുക്കുമ്പോൾ ഒരു ക്ലാരിറ്റി കിട്ടുന്നില്ല. അതുകൊണ്ടാണ് എല്ലാവരും വിസിബിൾ അല്ലാത്തത്. അപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മളെ നാനനെ വള്ളിക്കുന്ന് മണ്ഡലത്തിൻ്റെ ശിഹാബ് തങ്ങൾ റിലീഫ് സെൻറ്ററിൻ്റെ കോർഡിനേറ്ററായിട്ട് നിയോഗിച്ചതാണ്. ആ സെറിമണിയാണ് ഇപ്പോൾ കാണുന്നത്. അതേപോലെ തന്നെ ഒരുപാട് ആളുകളെ അഭിനന്ദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. വയനാട് ചൂരൽമലയിലുണ്ടായ ഒരു വലിയ ദുരന്തത്തിൻ്റെ രക്ഷാപ്രവർത്തകരായിട്ട് പോയ 2 ആളുകളെയും, അതേപോലെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ റാങ്ക് ഹോൾഡേഴ്സിനെയും, പിന്നെ പുതുതായിട്ട് അപ്പോയിൻ്റ് ചെയ്തിട്ടുള്ള ഡോക്ടർമാരെയും ഒക്കെ ഈ പരിപാടിയിൽ ആദരിച്ചിരുന്നു കേട്ടോ. പിന്നെ ഈ ഒരു പ്രോഗ്രാമിന് പോയപ്പോഴാണ് ഞങ്ങളെ നാനനെ എത്രത്തോളം നാട്ടിൽ എന്താ പറയുക, നമുക്ക് ഓൾറെഡി അറിയുന്ന കാര്യമാണ്, ഭയങ്കര രാഷ്ട്രീയ പ്രവർത്തനവും അതേപോലെ തന്നെ സാമൂഹിക പ്രവർത്തനം ചെയ്യുന്ന ആളാണ്. എല്ലാവർക്കും ഒരു എന്താ പറയുക, എന്താവശ്യം ഉണ്ടെങ്കിലും നമ്മളെ വീട്ടിൽ വരുന്നതും സഹായം ചെയ്തു കൊടുക്കുന്ന ഒരാളാണ്. പിന്നെ ഒരുപാട് വലിയ വലിയ ആളുകളുടെ ഭാഗത്തുനിന്ന് പറയുമ്പോൾ നമുക്കത് ഒന്നും കൂടി ഇരട്ടിക്കുമല്ലോ, ആ ഒരു ടൈമാണ്. അപ്പോൾ നമുക്കും നമ്മളെ ഇടയിലും നമ്മളെ കുട്ടികളുടെ ഇടയിലൊക്കെ ഒരു മോട്ടിവേഷനാണ്. എന്താ പറയുക, ഇങ്ങനെയുള്ള നല്ല പ്രവർത്തനങ്ങൾ ചെയ്യാനും നല്ല നല്ല പ്രവർത്തനത്തിൻ്റെ ഭാഗമാകാനും ഒക്കെ നല്ലൊരു ഇൻസ്പിറേഷനാണ്. ഒരുപാട് പേര് ഞങ്ങളവിടെ ഇരിക്കുമ്പോൾ തന്നെ ഞങ്ങളുടെ അടുത്ത് വന്ന് പറയുന്നുണ്ട് ഇപ്പനെ പറ്റിയിട്ട്. പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നല്ല പ്രായമുണ്ട്, 80+ ഉണ്ട്. അപ്പോൾ ആ ഒരു പ്രായത്തിലും ഇത്രയും ഒരു നാടിന് വേണ്ടിയിട്ട് മാക്സിമം എഫേർട്ട് എടുക്കാനും രാവും പകലില്ലാതെ ഞങ്ങൾ കാണുന്നതല്ലേ, ഓടി നടന്ന് ചെയ്യുമ്പോഴും നമ്മളെ ഉള്ളിലുണ്ടാവുന്ന ഒരു മോട്ടിവേഷൻ നമുക്കും അത് വരും ഓട്ടോമാറ്റിക്കലി ചെയ്യാനും. മറ്റുള്ളവർക്ക് ഒരു ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി, അല്ലെങ്കിൽ അവരെ സഹായിക്കാനൊക്കെ ഉള്ളൊരു മെൻറ്റാലിറ്റി നമ്മളെ ഇടയിലും നമ്മളെ മക്കളുടെ ഇടയിലും അത് ഉണ്ടായി വരും. അപ്പോൾ അതിനൊക്കെ ഒരുപാട് എന്താണ് കണ്ണു തുറക്കാനുള്ളൊരു സ്പേസായി. അപ്പോൾ അതാണ്. അപ്പം വന്നിട്ട് നമുക്ക് സിമ്പിൾ ലഞ്ചാണ്. എസ്പെഷ്യലി ഞാനാണെങ്കിൽ നമുക്ക് ക്ലാസ് ലഞ്ച് നമ്മൾ ഉണ്ടാക്കുള്ളൂ. ഞാനല്ലെങ്കിൽ നമ്മൾ ഭയങ്കര ഒതുങ്ങിയിട്ട് നമുക്കിഷ്ടമുള്ള ലഞ്ച് ഉണ്ടാവില്ല. ഞങ്ങൾക്കൊക്കെ ഇഷ്ടമാണ് ചെറിയ പച്ചക്കറി, നല്ല ചിക്കൻ പൊരിച്ചതോ മീൻ പൊരിച്ചതൊക്കെ. അപ്പോൾ ഇന്ന് അങ്ങനത്തെ ഒരു ലഞ്ചാണ്. അങ്ങനെ ഞാൻ കുട്ടികൾക്കൊക്കെ ഫുഡ് വാരിക്കൊടുത്തു. പിന്നെ അല്ലു ഇതിലൊന്നും വീയൂല, അതിമോളെ നമുക്കിങ്ങനെ പറഞ്ഞാൽ അനുസരിക്കുന്ന ഒരു കുട്ടിയാണ്. അപ്പം പിന്നെ അവൾക്ക് വേഗം ചോറൊക്കെ വാരി കൊടുത്തു. അല്ലുവിനെ പിന്നെയും മുറ്റത്തൊക്കെ കൊണ്ടുപോയി കളിപ്പിച്ച് അറിയാത്ത മട്ടിൽ വേണം ചോറ് കൊടുക്കാൻ. അപ്പോൾ അങ്ങനെ ചോറ് കൊടുക്കലൊക്കെ അങ്ങനെ കഴിഞ്ഞു. പിന്നെ ഇന്ന് ഓൾറെഡി കുറച്ച് ഞാൻ പ്ലാൻ ചെയ്ത് വെച്ച ദിവസമായിരുന്നു. കുറച്ച് സാധനങ്ങളും സ്ഥലങ്ങളൊക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്യണം. അപ്പോൾ ആ പണികളൊക്കെ ഉണ്ട്. അപ്പോൾ ചോറ് കൊടുത്തു കഴിഞ്ഞിട്ട് വേണം ആ പരിപാടി, ചോറ് കൊടുക്കണം. പിന്നെ കുറച്ച് പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് വേണം അതിലേക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. കുറച്ച് നേരം ഞാനും കുട്ടികളൊക്കെ റെസ്റ്റൊക്കെ എടുത്തു കഴിഞ്ഞതിന് ശേഷം കുളിക്കലൊക്കെ കഴിഞ്ഞു. കാരണം കുളിച്ചിട്ട് ഫുഡ് കഴിക്കുക അത് പറ്റൂലേന്ന് നിന്ന് ഓൾറെഡി നമ്മൾ എത്താൻ ലേറ്റ് ആയിന്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് റെസ്റ്റ് എടുത്തു. കുളിച്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ ഓർഗനൈസിങ്ങിലേക്ക് ഇരുന്നു. ഞാൻ കിടന്നില്ലെങ്കിൽ ഓരും കിടക്കൂല. പകൽ കുറച്ച് നേരം കിടത്താമെന്ന് വിചാരിച്ചാൽ ഞാൻ കിടക്കണം. അപ്പോൾ പിന്നെ ഞാൻ ഉറങ്ങിപ്പോവുമല്ലോ. അതുകൊണ്ട് ഞാൻ അതിന് നിന്നില്ല. ഇന്നും പിന്നെ അത് എക്സ്റ്റെൻഡഡ് ആയിട്ട് പോവും, എടുത്തു വെക്കലൊന്നും നടക്കില്ല എന്ന് വിചാരിച്ചിട്ട് ഞാനതിന് നിന്നില്ല കേട്ടോ.
അതേപോലെ തന്നെ ഞാൻ എന്തെങ്കിലും ഓർഗനൈസ് ചെയ്യേണ്ടതെന്ന് കണ്ടാൽ പിന്നെ അവർക്കൊരു സമാധാനം ഉണ്ടാവില്ല. അതിമോൾ കുറച്ച് ഓർഗനൈസ്ഡ് ആൻഡ് സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരാളാണ്. സാധനങ്ങളൊക്കെ എടുത്ത് കൊടുത്ത് വെക്കുക, അതേപോലെ ഒന്ന് വൃത്തികേടായാലും നന്നാക്കുക, സ്വന്തമായിട്ട് ഇനീഷ്യേഷൻ എടുക്കുന്ന ഒരാളാണ് കേട്ടോ. അപ്പോൾ ഞാൻ മടക്കി വെക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഓൾറെഡി സെറ്റാക്കി വെച്ച ഓരോ ഡ്രസ്സാണെങ്കിലും വീണ്ടും അതെടുത്തിട്ട് വൃത്തിയാക്കി മടക്കി വെക്കണ പണിയൊക്കെ ഉണ്ടാകും. അപ്പം ഞാൻ ഒരു സൈഡിൽ നന്നാക്കി വെക്കുമ്പം ഒരു വേറെ അവിടെ ക്ലീനിങ്ങും പരിപാടികളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാൻ അവിടെ പോയിട്ടില്ല, ഡിസ്റ്റർബ് ചെയ്യേണ്ട വിചാരിച്ചിട്ട് അങ്ങോട്ട് പോയിട്ടില്ല. എനിക്ക് വൃത്തിക്ക് ഇവിടെ ചെയ്ത് കഴിഞ്ഞിട്ട് അതെല്ലാം കൂടി എടുത്ത് ഞാൻ റൂമിൽ കൊണ്ടുപോയിക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പം ഞാനിവിടെ ചെയ്യുമ്പം അവരിതേപോലെ ചെറിയൊരു പരിപാടിയിൽ അവിടെ ഉണ്ട്. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം എന്താ ചെയ്യണമെന്ന്. അപ്പോൾ ഇതാണ് അതിമോളെ ഈ കൊല്ലത്ത് ഉണ്ടായിരുന്ന പുതിയ യൂണിഫോം കേട്ടോ. ബ്ലാക്കിൽ കഴിഞ്ഞ വർഷം ബ്ലൂ ലൈനായിരുന്നു, ഇപ്പം ബ്ലാക്ക് അതും മറ്റേതായിരുന്നു, ഫ്രോക്ക് ടൈപ്പായിരുന്നു. ഇപ്രാവശ്യം സ്കേർട്ട് ടൈപ്പാണ്, ബ്ലാക്ക് സ്കേർട്ടും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ലൈൻസിലുള്ള ഷർട്ടുമാണ് അവളുടെ യൂണിഫോം. അപ്പോൾ എനിക്ക് കുറച്ച് ദിവസം മുമ്പ് അലക്കി വെച്ച വെള്ളിയാഴ്ച അലക്കി വെച്ചതാണ്, ഞായറാഴ്ച ആയി മടക്കി വെക്കാനുണ്ടായിരുന്നു. പിന്നെ അതേപോലെ തന്നെ ഒരുപാട് സാധനങ്ങൾ ഇങ്ങനെ പുറത്തൊക്കെ പോയി വന്നതും അല്ലാത്തതൊക്കെ ആയിട്ട് മടക്കി വെക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഞാനതെല്ലാം മടക്കി വെക്കാണ്. പിന്നെ അതേപോലെ കുറച്ച് സാധനം വാങ്ങിയതുണ്ട് ഇനി എടുത്ത് വെക്കാൻ, അതൊക്കെ ഉണ്ട് കേട്ടോ. അത് ഞങ്ങളെ കാണിക്കാം, കുറച്ച് യൂസ്ഫുൾ ആവും നിങ്ങൾക്ക്, അതുകൊണ്ട് അത് കാണിക്കാം. അപ്പോൾ ഇനി ഇതാണ് ഞാൻ യൂസ്ഫുൾ ആകും നിങ്ങൾക്ക് എന്ന് പറഞ്ഞിട്ടുള്ള കുറച്ച് സാധനങ്ങൾ. ഞാനിപ്പോൾ ഈ അടുത്ത് അനിയത്തി പറഞ്ഞു സുഡിയോയിൽ കുറച്ച് ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് എന്താണ് എപ്പോഴും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീട്ടിലിടാനും എന്താണ് കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു സാധനമാണ് കോട്ടൺ പാൻസ്. നമ്മളെ പലാസോ പാൻസ് ഇല്ലേ, അല്ലെങ്കിൽ എന്താ സ്ട്രെയിറ്റ് ലൈൻ പാൻസ്. ഈ പാൻസ് ഞാൻ വീട്ടിലിടാൻ യൂസ് ആക്കും. ഒരു വൈറ്റും ഒരു ബ്ലാക്കും ഞാൻ വെക്കലുണ്ട്. അപ്പോൾ അത് വാങ്ങാമെന്ന് വിചാരിച്ച് പോയപ്പോൾ ഞാൻ കുറേ സാധനങ്ങൾ നല്ല റേറ്റ് കുറവിൽ കുറച്ച് ക്വാളിറ്റി കൂടുതലുള്ളത് കണ്ടു. അപ്പോൾ അത് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാം. കുറേ സാധനങ്ങളുണ്ട്, പക്ഷെ ഞാനതൊന്നും വാങ്ങിയിട്ടില്ല, കാരണം വെറുതെ വാങ്ങണ്ടെന്ന് വിചാരിച്ചിട്ട്. എന്നാലും ഞാൻ കുറച്ച് അത്യാവശ്യ സാധനം വാങ്ങിയിട്ടുണ്ട്, കാണിക്കാം കേട്ടോ. അപ്പോൾ കുറേ ഞാൻ വാങ്ങിയത് കുട്ടികൾക്ക് വീട്ടിലിട്ട് നടക്കാൻ പറ്റുള്ള കുറച്ച് നീ ലെങ്ത്ത് അല്ലെങ്കിൽ നീ ലെങ്ത്തിൻ്റെ കുറച്ച് മുകൾക്ക് വരുന്ന ട്രൗസേഴ്സാണ്. നമുക്ക് പാൻറ്റീസോ അല്ലെങ്കിൽ പാൻറ്റീസ് പോലെ ഉപയോഗിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ട്രൗസേഴ്സ് ആക്കിയിട്ടും വീട്ടിലിട്ട് കൊടുക്കാൻ പറ്റിയ സാധനമാണ്. വെറും 99 റുപ്പീസുള്ളൂ. നല്ല മെറ്റീരിയലും നല്ല ലെങ്ത്തും വിഡ്ത്തും അതേപോലെ തന്നെ എലാസ്റ്റിക്കും ഒക്കെ ആണെങ്കിലും സൂപ്പറാണ്, ഡിസൈനും സൂപ്പറാണ്, നല്ല കളേഴ്സ് എല്ലാം കൊണ്ടും നല്ല രസമുള്ളതാണ് കേട്ടോ. ഞാൻ എല്ലാത്തിൻ്റെയും വില കാണിക്കാം. എല്ലാത്തിനും 249 റുപ്പീസാണ് കാണിക്കുന്നത്. ചിലതിൽ ഓഫറിൽ 199 ഉണ്ട്, പക്ഷെ എനിക്കൊക്കെ കിട്ടിയിട്ടുള്ളത്, ഞാൻ ഓൾമോസ്റ്റ് 6 to 7 ട്രൗസേഴ്സ് എടുത്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് എനിക്ക് കിട്ടിയിട്ടുള്ളത് 99 റുപ്പീസിനാണ്. അതിൽ ഒരെണ്ണം മറ്റേ 66 റുപ്പീസിന് കിട്ടിയിട്ടുണ്ട്, ബാക്കിയൊക്കെ 99 റുപ്പീസാണ്. എല്ലാം കാണാൻ നല്ല രസമുണ്ട്, നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ. പക്ഷെ അവിടെ ഞാൻ പോയപ്പോൾ ഒരുപാട് സ്റ്റോക്ക് കഴിഞ്ഞിട്ടായിരുന്നു ഞാൻ എടുത്തത് കേട്ടോ. ഞാൻ പോകുമ്പോഴത്തേനൊക്കെ ലേറ്റായിന്. തുടക്കത്തിലൊക്കെ പോവുകയാണെങ്കിൽ ചിലപ്പം അല്ലെങ്കിൽ റീസ്റ്റോക്ക് ചെയ്യുന്ന സമയത്താണ് പോകണമെങ്കിൽ നല്ലതൊക്കെ കിട്ടിയായിരുന്നു. ഞാൻ പോയപ്പോൾ ആ ഏരിയയിൽ കുറച്ച് പാൻസ് ഞാൻ സെലക്ട് ചെയ്തെടുത്തതാണ്, എന്നിട്ട് തന്നെ നല്ല കളക്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളടുത്തൊക്കെ സുഡിയോസ് ഉണ്ടെങ്കിൽ ഒന്ന് പോയി വിസിറ്റ് ചെയ്യുക. അപ്പോൾ എല്ലായിടത്തും ആക്സസബിൾ ആയിട്ട് കാണുന്നൊരു ഔട്ട്ലെറ്റ് ആണല്ലോ, അപ്പം എല്ലാവരും പോയി ഒന്ന് വിസിറ്റ് ചെയ്യുക. നല്ല നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള സാധനങ്ങൾ കിട്ടാണ്ട് ഞാനിതിൽ എല്ലാത്തിൻ്റെയും ക്വാളിറ്റീസ് ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നല്ല നോക്കിയിട്ട് നിങ്ങൾക്ക് പറ്റുന്നതാണെങ്കിൽ നിങ്ങൾ പോയി നോക്കാം കേട്ടോ. എനിക്ക് പോയപ്പോൾ ഈ ഒരു സെഷൻ ഭയങ്കര യൂസ്ഫുള്ളായി. ബാക്കി ഒരുപാട് സാധനങ്ങൾക്ക് അവിടെ ഓഫർ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ട്രാക്സിലും ബനിയൻസിലും ജെൻസിൻ്റെതായാലും ലേഡീസിൻ്റെതായാലും ഒക്കെ ഉണ്ട്. പിന്നെ ഞാൻ ഇതാണ് സെലക്ട് ചെയ്തത്, അതുകൊണ്ട് എനിക്കിതിനെ പറ്റി മാത്രമേ കാണിച്ചു തരാൻ പറ്റുള്ളൂ, ബാക്കിയൊക്കെ പറയാനല്ലേ പറ്റുള്ളൂ. ഞാൻ വാങ്ങിയ എല്ലാ ട്രൗസേഴ്സിൻ്റെ മുന്നിലും ഒരു ബോ ഉണ്ട്, അതിൽ 1-2 അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോൾ ഈ കാണിക്കുന്ന ഗ്രീനുള്ളത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, പക്ഷെ നേരത്തെ കാണിച്ച 1-2 അതങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതല്ല, ഷോ പീസായിരുന്നു. ഇനി 1-2 അതില്ല. അപ്പോൾ അങ്ങനെ മിക്സ്ഡ് ആയിട്ടുള്ളതാണുള്ളത്, അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതും അല്ലാത്ത ഷോ ആയിട്ട് വെച്ചതും അല്ലാത്തതും ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് ടൈ ചെയ്യണമെങ്കിൽ അങ്ങനത്തെ ടൈപ്പ് വാങ്ങണം, കെട്ടാൻ പറ്റുന്ന ടൈപ്പ്. ഷോ പീസ് ഉള്ളത് വാങ്ങിയിട്ട് കാര്യമില്ലല്ലോ, കെട്ടാൻ പറ്റുന്ന ടൈപ്പുള്ളത് നോക്കിയിട്ട് വാങ്ങാം. അതിമോക്കിപ്പോൾ 7 ഇയേഴ്സാണ്. ഞാൻ 6 to 7ഉം 7 to 8ഉം
സൈസ് നോക്കുമ്പോൾ ചിലത് 7 to 8 അതേ ഹൈറ്റാണ്. പിന്നെ അതേപോലെ അല്ലൂന് വാങ്ങിയത് 1.5 to 2 ഇയേഴ്സിൻ്റെ ആ ഒരു റേഞ്ചുള്ളതുമാണ് വാങ്ങിയത് കേട്ടോ. അല്ലൂനുള്ള കളക്ഷൻ കുറവായിരുന്നു. ഏകദേശം അതിമോളം ആ പ്രായമുള്ള കുട്ടിയൊക്കെയാണ് ഉള്ളത്. അല്ലൂനുള്ളത് 1-2 കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ഇതാണ് ഇപ്പം ഞാൻ എൻ്റെ കയ്യിലുള്ള ബ്ലാക്ക് ഉണ്ടല്ലോ, ഇത് അല്ലൂന് വാങ്ങിയതാണ്. ഇതിന് 66 റുപ്പീസ്. ബാക്കി ഞാൻ മുമ്പ് കാണിച്ച എല്ലാത്തിനും 99 റുപ്പീസും ഇതിന് 66 റുപ്പീസും ആണ് കേട്ടോ. പക്ഷെ ഇതിലും കാണുന്നത് 99 എന്നാണ്, പക്ഷെ എനിക്ക് കിട്ടിയത് 66-നാണ്. അതിൽ ഒന്നിൽ 199 കാണിക്കുന്നുണ്ട്, പക്ഷെ അതിലേക്ക് കിട്ടിയത് 99 ആണ്. അതൊക്കെ അവർ ബാർകോഡ് അടിക്കുമ്പോഴാണ് മനസ്സിലാവുന്നത്. അതേപോലെ ഇതിന് ഞാൻ 1-2 എക്സ്ട്രാ എടുത്തിരുന്നു, പക്ഷെ അത് പേയ്മെൻറ്റ് ചെയ്യുമ്പോഴാണ് അതൊന്നും ഓഫർ ഇല്ല എന്ന് മനസ്സിലാവുന്നത്. ഈവൻ അതിൽ 99 കാണിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ അതിന് ഓഫർ ഇല്ലേനു. അപ്പോൾ ബില്ല് ചെയ്യുമ്പോൾ ഇതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. ഒന്നാമത് നമുക്ക് സോഡിയോത്തെ ബില്ല് മറ്റേ വില്ലാസ് SMS ആയിട്ട് വരുന്ന ബില്ലല്ലേ, അപ്പോൾ നമുക്ക് മനസ്സിലാവില്ല. ബില്ല് കൈ കിട്ടിയിട്ട് ചെക്ക് ചെയ്യാനൊന്നും പറ്റില്ല, നമ്മൾ അതിലേക്ക് നോക്കിയാൽ തന്നെ പറ്റുള്ളൂ. അപ്പോൾ അതൊക്കെ ഒന്ന് മേക്ക് ഷുവർ ചെയ്തിട്ട് വാങ്ങുമ്പം ചെയ്യാട്ടോ. പിന്നെ വാങ്ങിയത് ഈ പിങ്ക് കളർ ഡ്രസ്സാണ്. ഇതിൻ്റെ ആക്ച്വൽ പ്രൈസ് 699 ആണ്, പക്ഷേ ഓഫർ പ്രൈസ് 199 കേട്ടോ. അത് നമുക്ക് അബായൻ്റെ ഉള്ളിലിടാനോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറ്റുന്ന ഡ്രസ്സാണ്. അത്ര XXL ആണ് വാങ്ങിയത്, പക്ഷേ അത്ര സ്ട്രെച്ച് ഒന്നല്ല. ഭയങ്കര ബനിയൻ ക്ലോത്തിൻ്റെ സ്ട്രെച്ച് ഉണ്ട്, പക്ഷെ നമുക്ക് പുറത്തേക്ക് അങ്ങനെ ഇട്ട് പോകാൻ എനിക്ക് അത്ര ഫീൽ ഗുഡ് ചെയ്യുന്ന ഡ്രസ്സല്ല. അതുകൊണ്ട് ഞാനിങ്ങനെ അബായൻ്റെ ഉള്ളിലൊക്കെ ഇടാം, അല്ലെങ്കിൽ അങ്ങനെ സുഖമായിട്ട് ഇടാൻ വേണ്ടിയിട്ട് വാങ്ങി വെച്ചതാണ്. പിന്നെ ഇത് വാങ്ങാനാണ് ഞാൻ ശരിക്കും സ്റ്റുഡിയോയിൽ പോയത്, പക്ഷേ ഇതിന് ഓഫറില്ല. പക്ഷേ ഞാൻ നല്ല കോട്ടൺ കണ്ടപ്പോൾ ഞാൻ വാങ്ങി. ഇത് കുറച്ചങ്ങോട്ട് വീട്ടിലിടുന്ന പ്രോപ്പർ ടൈപ്പ് അല്ല, എന്നാൽ പുറത്തേക്കും അത്യാവശ്യം യൂസ് ചെയ്യാൻ പറ്റിയ നല്ല പാൻസാണ്. ഫ്ലയേർഡ് അല്ല, പലാസോൻ്റെ അത്ര അങ്ങ് ഫ്ലയേർഡ് അല്ല, പക്ഷേ സ്ട്രെയിറ്റ് പാൻറ്റും അല്ല. അങ്ങനെ ഒരു ഇൻ ബിറ്റ്വീൻ ഒരു സെമി പലാസോ അങ്ങനത്തെ ഒരു പാൻറ്റാണ്. ഇതിന് റേറ്റ് ഉണ്ട് കേട്ടോ, ഓഫർ പ്രൈസ് ഒന്നുമില്ല. 399 അത്യാവശ്യം റേറ്റ് ഉണ്ട്. പിന്നെ ഇതിൻ്റെ അടിയിൽ കുറച്ച് ഡീറ്റെയിലിംഗ് ഉണ്ട്, അതുകൊണ്ടാണ് അത്ര പ്രൈസ്. നല്ല കോട്ടൺ ആണ്, വൈറ്റും ബ്ലാക്കും ആണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. ഇതിന് ഫ്രണ്ടിൽ പ്ലെയിനും ബാക്കിൽ എലാസ്റ്റിക്കും വരുന്ന രീതിക്കുള്ള സ്ട്രാപ്പാണുള്ളത്. 2 പാൻസും അങ്ങനെ തന്നെയാണ്, XL സൈസും ആണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അങ്ങനെ മടക്കി വെക്കൽ പരിപാടി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇനി അടുത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളെ സാധനം വെക്കുന്ന ഡ്രസ്സിങ് ടേബിൾ ഉണ്ട്, അതൊന്ന് ക്ലിയർ ചെയ്യണം. കുറേ സാധനങ്ങൾ ഡീക്ലട്ടർ ചെയ്യാണ്ട്, കുറേ ഒന്ന് പ്രോപ്പറായിട്ട് അതിൻ്റെതായ സ്ഥാനത്ത് അറേഞ്ച് ചെയ്ത് വെക്കാണ്ട്. അപ്പോൾ ആ പരിപാടികളും കാര്യങ്ങളൊക്കെ ആണ്. പിന്നെ കുറച്ച് മെഡിസിൻസ് കളയാനുള്ളതുണ്ട്, എസ്പെഷ്യലി ഐ ഡ്രോപ്പ്, ഇയർ ഡ്രോപ്പ്, നേസൽ ഡ്രോപ്പ്, അതൊക്കെ തുറന്നു കഴിഞ്ഞ് തന്നെ ഒരു സമയം വരെയല്ലേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതൊക്കെ ഒന്ന് റീപ്ലേസ് ചെയ്യണം. അപ്പോൾ അങ്ങനത്തെ പരിപാടികളൊക്കെയാണ് അടുത്തത്. അതാണ് ഇന്ന് ഞാൻ പറഞ്ഞ മോസ്റ്റ് അറേഞ്ച് ചെയ്യാണ്ടെന്ന് പറഞ്ഞ കാര്യങ്ങൾ. ഇത് കുറച്ച് അധികം തന്നെ ഉണ്ട്. കുട്ടികളെ ഹെയർ ആക്സസറീസും വാച്ചും ബാങ്കിളും ബ്രേസ്ലെറ്റും അങ്ങനത്തെ കുറച്ച് സാധനങ്ങളാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി ഒരു ഷെൽഫൊക്കെ ഉള്ളതേ ഉള്ളൂ. പക്ഷെ അത് എന്താണ് ഇടയ്ക്കിടയ്ക്ക് ഓർഗനൈസ് ചെയ്തില്ലെങ്കിൽ റിബൺ വെക്കുന്നിടത്ത് എന്താ പറയുക, വാച്ച് ഉണ്ടാവും, വാച്ച് വെക്കുന്നിടത്ത് ബ്രേസ്ലെറ്റ് ഉണ്ടാവും. അങ്ങനെ പലതിൻ്റെ പ്ലേസിലുമാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അതൊക്കെ ഒന്ന് ശരിയാക്കി വെക്കണം. അപ്പോൾ അതാണ് അടുത്ത പരിപാടി. ഇപ്പോൾ 2 ദിവസം മുമ്പ് അല്ലുവിന് നല്ലൊരു പനി പനിച്ചു. അതിൻ്റെ മെഡിസിൻസ് ആട്ടോ, അല്ലെങ്കിൽ ഇങ്ങനെ മെഡിസിൻ ഉണ്ടാവില്ല. പിന്നെ ഒരു ബോട്ടിൽ അമോക്സിലിൻ്റെ അടുത്ത് ഉപയോഗിക്കാത്തതുണ്ട്, കുറച്ച് മുമ്പ് വാങ്ങി വെച്ചതാണ്. നമ്മൾ അതിൽ എന്താണ് അവരൊരു ഡിസ്റ്റിൽഡ് വാട്ടർ തരും, അത് ഒഴിച്ചിട്ടാണല്ലോ മിക്സ് ചെയ്യുക. അപ്പം അത് ഇതുവരെ പൊട്ടിച്ചിട്ടില്ല, പൊടി പോലെയാണ് നിൽക്കുന്നത്. അപ്പോൾ അതും ഇപ്പോഴത്തെ കുറച്ച് മെഡിസിനും കാര്യങ്ങളുമാണ്. അല്ലെങ്കിൽ ഇങ്ങനത്തെ ബോട്ടിൽ ഡ്രഗ് മെഡിസിൻ അടുത്ത് ഉണ്ടാവില്ല. ഇങ്ങനെ എന്തെങ്കിലും ഓയിൽമെൻറ്റും ഇയർ ഡ്രോപ്സും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാവലുള്ളൂ. ഇതിപ്പോൾ അതുകൊണ്ടാണ് ബോട്ടിൽസ് ഉള്ളത് കേട്ടോ. പിന്നെ ഞാൻ കീപ്പ് ചെയ്യുന്ന ഓയിൽമെൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് പെയിനിനുള്ള, ലെഗ് പെയിൻ അങ്ങനെയൊക്കെയുള്ള പെയിനിനുള്ളത്. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഐ ഇച്ചിങ് ഉണ്ട്. അപ്പം അതിന് എനിക്ക് ഡോക്ടർ തന്നൊരു ഓയിൽമെൻറ്റ് ഉണ്ട് അത്. പിന്നെയെന്ന് പറഞ്ഞാൽ ഡ്രൈനെസ്സിന്, ഹാൻഡ് ഡ്രൈ ആവുക, അങ്ങനത്തെ സ്കിന്ന് ഡ്രൈ ആയി പോവുമല്ലോ, എസ്പെഷ്യലി ഹാൻഡ്, അതിനുള്ള കുറച്ച് ഓയിൽമെൻറ്റ്സ് ആണ് ഉള്ളത്. ബേസിക്കാണ്, ഒക്കെ ബേസിക്കാണ്. ഞാൻ ഇങ്ങനെ സ്ഥിരമായിട്ട് ഇങ്ങനെ ആവശ്യത്തിനനുസരിച്ച് ഉപയോഗിക്കുന്ന സാധനമാണ്, അല്ലാതെ എക്സ്ട്രാ ഒന്നുമില്ല. അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ.
അങ്ങനെ ടേബിൾ ടോപ്പ് ക്ലിയർ ആക്കി. ഇനിയുള്ളത് ഷെൽഫിൻ്റെ ഉള്ളിലാണ്. ഷെൽഫിൻ്റെ ഉള്ളിൽ ഒരൊറ്റ ഷെൽഫിൽ മാത്രം, ഈ ഒരു ഡ്രോയിൽ മാത്രമേ ഞാൻ ഇവരെ സാധനങ്ങൾ കീപ്പ് ചെയ്യലുള്ളൂ. അധിക സാധനം ഞാൻ വാങ്ങി വെക്കലില്ല. എല്ലാ ഐറ്റത്തിൻ്റെയും ഒരു 3 വെറൈറ്റി അത്രേ ഉണ്ടാവുള്ളൂ. പിന്നെ ഹെയർ ബാൻഡ്സ് ആണെങ്കിൽ ഓരോരുത്തർക്കും തലക്കനുസരിച്ചാണല്ലോ, ഒരാൾക്ക് ചെറുത് വാങ്ങണം, ഒരാൾക്ക് വലുത് വാങ്ങണം. അത് കുറച്ച് ഉണ്ടാവും. ചിലപ്പോൾ ഒരേപോലെയുള്ളതും എടുക്കാറുണ്ട്. അതുമാത്രം. ബാക്കി എല്ലാ സാധനത്തിനും ഞാനൊരു 3 വെറൈറ്റിയിൽ കൂടുതൽ കീപ്പ് ചെയ്യല്ല. ഇത് കുറേ വാങ്ങി വെച്ചാലും അവർ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു 2-3 സാധനമേ ഉണ്ടാവുള്ളൂ. അപ്പം പിന്നെ ഞാൻ മനസ്സിലാക്കിയത് അങ്ങനെ വാങ്ങി വെക്കണതിലൊരു ഇതില്ല. തീരുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ കേട് വരുന്നതിനനുസരിച്ച് പുതിയത് വാങ്ങി വെക്കുക. കൂടുതൽ വാങ്ങി വെക്കണ്ടെന്ന് വിചാരിച്ചാൽ ഞാനിപ്പോൾ അങ്ങനെ ഒരു പരിപാടി ചെയ്യലില്ല. 1, 2, 3 ഒരു നല്ലത് മാത്രം കീപ്പ് ചെയ്യും. അത് കേട് വരുമ്പോൾ റീപ്ലേസ് ചെയ്യും. അത്ര മാത്രമേ ചെയ്യുള്ളൂ. എല്ലാ സാധനവും അങ്ങനെ തന്നെയാണ് ചെയ്യൽ. വാച്ചൊക്കെ ഒരിടത്ത് ആദ്യമേ കുറേ മുമ്പ് വാങ്ങി വെച്ചത് തന്നെയാണ്. അതന്നെ ഉപയോഗിക്കുക. അങ്ങനെ തന്നെയാണ് പോണത്. പിന്നെ വേറെ കുറച്ച് സാധനങ്ങൾ ഇപ്പം ഇവർ 2 പേരും ഉപയോഗിക്കുമല്ലോ. അപ്പോൾ 2 പേരും ഉപയോഗിച്ചിട്ട് മോശം, എനിക്കിങ്ങനെ കുറേ സാധനം ഇതിങ്ങനെ എടുത്ത് വെക്കുക, പിന്നെയും ആവശ്യമില്ലാണ്ട് ഇങ്ങനെ എടുത്ത് വെച്ച്, നമുക്ക് ആവശ്യം ഉണ്ടെങ്കിൽ മാത്രമല്ലേ നമ്മൾ ഉപയോഗിക്കണുള്ളൂ. ആവശ്യമില്ലാതെ ഇങ്ങനെ കുറേ സാധനം എടുത്ത് വെക്കാൻ നമ്മൾ വാങ്ങി വെക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ നമ്മളെടുത്ത് ഒരുപാട് സാധനങ്ങളാവുമ്പം നമ്മളത് എന്ത് ചെയ്യും, എടുത്ത് വെക്കും. അല്ലാതെ അത് ഉപയോഗിക്കില്ല. നമുക്കത് ഉപയോഗിക്കാനുള്ള ഒരു ടൈം കിട്ടണ്ടേ, അപ്പോൾ ഉപയോഗിക്കില്ല. അപ്പോൾ 2-3 സാധനമാകുമ്പം അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യും. അത് കേട് വന്നാൽ നമ്മൾ ചേഞ്ച് ചെയ്യും, കളർ പോയാൽ ചേഞ്ച് ചെയ്യും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമല്ലോ. അപ്പോൾ അത് വിചാരിച്ചിട്ട് ഞാൻ പത്ര സാധനങ്ങൾ സ്റ്റോക്ക് ചെയ്യാറില്ല. ഇങ്ങനെ തന്നെയാണ്. സ്കൂളിൽ പോകുന്ന സാധനങ്ങൾ ഇതിൽ നിന്ന് മിനിമലായിട്ടുള്ള ഡിസൈൻസ് ഉള്ള സാധനങ്ങൾ സ്കൂൾക്ക് യൂസ് ചെയ്യും. അല്ലാത്തത് നമ്മൾ പുറത്തേക്ക് അങ്ങനെ വെച്ചിട്ട് അങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്. ഞാനിങ്ങനെ മിക്സ് ആവണ്ട വിചാരിച്ചിട്ട് ഓരോ ഐറ്റംസും ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് വെക്കാണ് കേട്ടോ. എന്നാൽ പിന്നെ എടുക്കുന്നത് അതിലേക്ക് വെച്ചോളുമല്ലോ. എന്നാലും കുറേ സാധനങ്ങൾ ഇതിടക്ക് അല്ലു വന്ന് കണ്ട്, അല്ലുവിന് കൈ എത്തുന്ന സ്ഥലത്താണ് ഇതുള്ളത്. അപ്പോൾ അല്ലു വന്നിട്ട് ഒന്ന് തീന്നെടുത്ത് മറ്റേൽക്കും അതിൽ നിന്നെടുത്ത് ഉപയോഗിച്ചിട്ട് തിരിച്ച് മാറ്റി വെച്ചിട്ടൊക്കെ പോകും. അതിമോള് വരുമ്പോൾ അത് നീറ്റായിട്ട് തന്നെയാണ് ചെയ്യുക. പക്ഷേ ഇങ്ങനെ ചില സമയത്ത് ഒരു മിസ്പ്ലേസ്മെൻ്റ് ഒക്കെ ഉണ്ടാവും. അതിന് വേണ്ടിയിട്ട് ഞാൻ ബോക്സ് ആക്കിയിട്ടാണ് വെക്കുന്നത്. അപ്പോൾ എനിക്ക് പറയാമല്ലോ ഇന്ന ബോക്സിലുണ്ട് എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് എടുത്ത് കൊണ്ടുവന്നോളും. അല്ലെങ്കിൽ അതൊക്കെ തിരിച്ച് വെക്കാനൊക്കെ ചാൻസ് കൂടുതലാണ്. ഈ ഒന്നാകെ നമ്മളൊരു ബോക്സിൽ വെക്കുന്നതിനെക്കാട്ടിയും ബെറ്റർ ആദ്യം ഞാനൊരൊറ്റ ബോക്സിലാക്കിയിട്ട് വെച്ചിരുന്നത്. പിന്നെ എനിക്ക് മനസ്സിലായി അത് മൊത്തം ഒന്നും ഒരു സമയത്ത് നോക്കുമ്പോൾ കിട്ടൂല. അപ്പോൾ പിന്നെ ഞാനിങ്ങനെ പാർട്ടായിട്ട് വെച്ച്, അങ്ങനെ കുറേ പാർട്ടാക്കി വെക്കാൻ കുറേ വെറൈറ്റീസ് ഇല്ല. അപ്പോൾ കുറച്ചൊരു 2-3 ബോക്സസ് മാത്രമേ വെച്ചിട്ടുള്ളൂ. പിന്നെ ഭയങ്കര ചെറിയായിട്ടുള്ള മുടിമത്തെ ക്ലിപ്പ് ഉണ്ടാവുമല്ലോ, അത് നമുക്ക് കുറച്ച് പണി തരും. അപ്പോൾ അത് വേറെ തന്നെ വെക്കണം. അപ്പോൾ അത് വേറെ തന്നെ വെക്കുക. ഈ കുഞ്ഞ് ടിക്കും അതേ ചെറിയ ക്രാബ് പോലത്തെ സാധനങ്ങളോ അങ്ങനത്തെ സാധനങ്ങളൊന്നും നമുക്ക് എല്ലാത്തിൻ്റെ കൂട്ടത്തിലിടാൻ പറ്റില്ല. അതിന് വേറെ തന്നെ കുഞ്ഞു പെട്ടിയാണ് വെക്കേണ്ടത്. ഈ ബട്ടർഫ്ലൈൻ്റെ ലോക്കറ്റ് വരുന്ന ഈ ചെയിന് അത് അധികത്ത് യൂസ് ചെയ്തിട്ടില്ല. കാരണം ഒന്നാമത് ഗോൾഡ് ചെയിൻ നമ്മളെവിടെയും പോകുമ്പോൾ ഉണ്ടാവുമല്ലോ. പിന്നെ അത് കഴിച്ചിട്ട് ഇത് വെക്കാനോണ്ട് അത് ഉപയോഗിച്ചിട്ടില്ല. പക്ഷെ അത് സെപ്പറേറ്റ് വാങ്ങിയതല്ല. നമ്മൾ ബ്രേസ്ലെറ്റില്ലേ 3 കളേഴ്സിലുള്ള പിങ്കും വൈറ്റും ബ്ലാക്കും അതിൻ്റെ കൂടെ സെറ്റായിട്ട് വന്നതാണ്. അപ്പം അങ്ങനെയുള്ളതാണ് അത്. എന്താ പറഞ്ഞത്, ഞാൻ ഭയങ്കര മിനിമലിസ്റ്റിക്കായിട്ട് ഇവരിത് ഉപയോഗിക്കുന്നുള്ളൂ. ഞാൻ അവർക്ക് ഉപയോഗിപ്പിച്ച് കൊടുക്കുന്നുള്ളൂ, ചെയ്ത് കൊടുക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതിലുള്ള ചില സാധനങ്ങൾ തന്നെ ഉപയോഗിക്കുന്നില്ല. പിന്നെ ഞാൻ പെയറുള്ള ബൺസൊക്കെ ഇങ്ങനെ ആ ബ്ലാക്കിലെ ചെറിയ ഡബ്ബയിലും അതിൽ നിന്ന് കുറച്ച് പെയറില്ലാത്ത സിംഗിളായിട്ട് കിടക്കണ അല്ലെങ്കിൽ ഒരു പെയർ കാണാത്തത്, അതേപോലെ കുറച്ച് ഫാൻസി ടൈപ്പ് ആയിട്ടുള്ളതും കുറച്ച് ക്ലിപ്സൊക്കെ ഞാൻ കുറച്ച് വലിയ ബോക്സിലെ അതിൽ കുറച്ചധികം സാധനങ്ങൾ അങ്ങനെ ഒരു ഇതില്ലാത്ത പെയറില്ലാത്ത അങ്ങനത്തെ ഒക്കെ ടൈപ്പ് ഇട്ടേക്കാന്ന് വിചാരിച്ചു. പിന്നെ അത് വലിയ ബോക്സാണ്. അപ്പോൾ അതിൽ തന്നെ നമുക്ക് എല്ലാം ഇട്ട് വെച്ചതിന് ശേഷം കുറച്ച് സാധനങ്ങൾ അതിലേക്ക് തന്നെ വെക്കാം അങ്ങനെ വിചാരിച്ചു. എന്നാലും ഇപ്പം ആ ഒരു ഷെൽഫിൽ മാത്രമേ നമുക്ക് ഓർഗനൈസിങ് സെറ്റ് ആവുള്ളൂ.
ഇതൊക്കെ റിബൺ ഇങ്ങനെ കുറച്ച് ഫാൻസി ടൈപ്പ് റിബൺ ഉണ്ടാവുമല്ലോ, അങ്ങനത്തെ റിബൺ മേൽ ഉണ്ടായിരുന്നതാണ്. ഇപ്പം ഞാൻ കാണിച്ച റെഡ് റിബണിലൊക്കെ ഉള്ള പോലെ വേറെ റിബണിലും ഉണ്ടായിരുന്നതാണ്. ഇതൊക്കെ ഇങ്ങനെ ഉപയോഗിച്ച് കളഞ്ഞു പോയതാണ്. പക്ഷെ കളഞ്ഞു പോയാലും അതിമോളൊന്നും കളയൂല, അത് എടുത്ത് സൂക്ഷിച്ച് വെക്കും. അതാണ് ഞാൻ പിന്നെ അതൊക്കെ ഇതിൽ നിന്ന് എടുത്ത് മാറ്റി, അവർക്ക് കളിക്കണമെങ്കിൽ വേണമെങ്കിൽ എടുത്തോ, ഇല്ലെങ്കിൽ സ്റ്റിക്ക് ചെയ്യണമെങ്കിൽ വേണമെങ്കിൽ യൂസ് ചെയ്തോ പറഞ്ഞിട്ട് അവരെടുത്ത് കൊടുത്തു. അപ്പോൾ ഇതാ നമ്മളെ മൊത്തം ഒരു ചെറിയ ഷെൽഫാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, മൊത്തം സാധനങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് കുറച്ച് ടൈം എടുത്തു ഒക്കെ ചെയ്ത് വെച്ചു. ഇതാ ഇത്രയും സാധനങ്ങളാണ് നമ്മളെ കയ്യിലുള്ളത്. അപ്പോൾ അത്രയും സാധനങ്ങളൊക്കെ വൃത്തിയിൽ അറേഞ്ച് ചെയ്ത് വെച്ചു. കുറച്ച് ദിവസം ഇങ്ങനെയൊക്കെ പോകും, പിന്നെ ഇതൊന്ന് മിസ്പ്ലേസ്ഡ് ആവും, പിന്നെ ഇത് നമ്മൾ ക്ലീൻ ചെയ്ത് വെക്കും. ഇത് തന്നെയാണല്ലോ നമ്മളെ പരിപാടി. അപ്പോൾ ഇനി ഞാൻ പറഞ്ഞ പോർഷൻ കാണിച്ചു തരാം. ഞാൻ എന്ത് ക്ലീൻ ചെയ്യുകയാണെങ്കിലും ഇതിൻ്റെ പോലെ തന്നെ അപ്പുറത്ത് വേറൊരു സൈഡിൽ ഇവർ ക്ലീൻ ചെയ്യുന്നുണ്ടായിരിക്കും. ഇപ്പോൾ ഇതാ ഇപ്പോൾ ഒരു 2 ദിവസം മുന്നേ ക്ലീൻ ചെയ്ത് വെച്ചതാണ്, അല്ലെങ്കിൽ മടക്കി വൃത്തിയാക്കി വെച്ചതാണ് അവരുടെ പെട്ടി. ഇതിപ്പം ഞാൻ വീഡിയോ ചെറുതായിട്ടേ കാണിക്കുന്നുള്ളൂ, ഭയങ്കരമായിട്ട് കാണിക്കാൻ നിന്നാൽ അത് അല്ലുവിനൊക്കെ ഒരു മോട്ടിവേഷൻ ആവും ചടി കളിക്കാൻ. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കല്ലേ, അതുകൊണ്ട്. അപ്പോൾ ഇതെന്താ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ക്ലീൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി അതിക്ക് ആ ഒരു ഓർഗനൈസേഷൻ എന്നുള്ള പ്രാന്ത് വരും. അപ്പോൾ വീണ്ടും അവൾ ക്ലീൻ ചെയ്യാൻ തുടങ്ങും. പെട്ടി പിന്നെയും സാധനങ്ങളൊക്കെ എടുത്തിട്ട് പിന്നെ ഞാൻ വിചാരിക്കും ക്ലീൻ ചെയ്യണമെങ്കിൽ ക്ലീൻ ചെയ്തോട്ടെ എന്ന്. കാരണം ഇന്ന പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്യാൻ ശ്രമിക്കും, ഇൻ്റെതും കൂടിയും ക്ലീൻ ചെയ്യാൻ വരും. അപ്പം ഞാൻ വിചാരിക്കും ഓരോ സൈഡ് ക്ലീൻ ചെയ്തോട്ടെ. ഓരോ ഡ്രസ് ബാസ്ക്കറ്റ്, വീട്ടിൽ നിന്ന് ഇടുന്ന ഡ്രസ് ബാസ്ക്കറ്റ് വീണ്ടും മടക്കി വെച്ച് അങ്ങനെ ആഴ്ചയിൽ 2-3 പ്രാവശ്യം മടക്കി വെക്കും. അതാണ് അതിൻ്റെ ഒരു ഇത്. അപ്പോൾ എങ്ങനെ മടക്കി വെക്കുന്നത് ഇപ്പം ഞാൻ പറഞ്ഞു കൊടുത്തതൊന്നുമല്ല, അതൊക്കെ അവളായിട്ട് തന്നെ മനസ്സിലാക്കിയെടുത്തതാണ്. അതെങ്ങനെയാ വെച്ചാൽ ഫോൾഡ് ചെയ്യും, ഷർട്ട് ഫോൾഡ് ചെയ്യും. പിന്നെ അവളിനോട് ഒരു ദിവസം പറഞ്ഞതാണ്, ഉമ്മ വൈകുന്നേരം വരുമ്പോൾ ഇതില്ലേ ഈസി, ഷർട്ട് വേറെ പാൻറ്റ് വേറെ അല്ലെങ്കിൽ ഫ്രോക്ക് വേറെ എൻ്റെ ബനിയൻ വേറെ തിരയണ്ടല്ലോ, സെറ്റായിട്ട് വെച്ച് കഴിഞ്ഞാൽ എടുക്കാൻ എളുപ്പമല്ലോ. അപ്പോൾ മെയിൻ ഡ്രസ്സിൻ്റെ ഉള്ളിൽ അതിൻ്റെ കൂടെ ഇടാനുള്ള പെയറും കൂടി കൂട്ടി വെച്ചിട്ട് മടക്കി വെക്കൂട്ടോ. അപ്പോൾ അവൾ തന്നെ കണ്ടുപിടിച്ച ഇതാണ്. അപ്പോൾ നമ്മൾ ഒരു കാര്യം കൂടുതൽ പ്രാവശ്യം ചെയ്യുമ്പോഴാണല്ലോ നമ്മളതിൽ എക്സ്പേർട്ട് ആവുക. അങ്ങനെ അവൾ കുറച്ച് ആ കാര്യത്തിലൊക്കെ എക്സ്പേർട്ടായിട്ട് വരുന്നുണ്ട്. ചെറിയ ആളാണെങ്കിൽ കൂടിയിട്ടും കുറേ കാര്യങ്ങൾ സ്വന്തമായിട്ട് ചെയ്യാൻ, അത് ഞാൻ പറഞ്ഞ ഒരു ഇനീസിയേഷൻ എടുക്കാനുള്ള ഒരു കഴിവുള്ള ആളാണ്. അപ്പോൾ സ്വന്തമായിട്ട് ഇങ്ങനെ ചെയ്യും. ഇഷ്ടമാണ് ഒക്കെ ഒരു നല്ല പ്രോപ്പറായിട്ട് ഓർഗനൈസ് ചെയ്ത് വെക്കാൻ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. പിന്നെ കൂടെ അല്ലുവിന് കുറച്ചൊരു വേറൊരു നേച്ചറാണെങ്കിലും കൂടിയിട്ടും അല്ലു ഇവൾ എന്താണ് ചെയ്യുന്നത് അത് കോപ്പി ക്യാറ്റാണ്, ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. അപ്പോൾ അല്ലുവിനും ആദ്യം ഭയങ്കര കച്ചറയുന്നു, ഒരാളൊന്ന് ക്ലീൻ ചെയ്യുമ്പോൾ മറ്റാൾക്കത് വെറുപ്പിക്കലായിട്ട് ഫീൽ ചെയ്യുന്നു, പിന്നെ അടിയാകും. പിന്നെ ഇപ്പം അവൾ ചെയ്യുന്നതിൽ എന്തെങ്കിലും ഞാൻ നല്ല കുട്ടിയാണെന്നൊക്കെ പറയുമ്പോൾ ഇവക്കത് കൂടെ ചെയ്യാനൊരു ഇൻട്രസ്റ്റ് ആണ്. അപ്പോൾ അതേപോലെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. എന്തായാലും മടക്കി വെക്കാനൊക്കെ ഇപ്പോൾ അല്ലു കുറേയൊക്കെ പഠിച്ചു. ഒരു സൈഡ് അല്ലുവിൻ്റെതും ഒരു സൈഡ് അതിമോളതാണ് കേട്ടോ. ആ ഡിഫറൻസ് ശരിക്കും കാണാൻ പറ്റും. അല്ലുവിൻ്റെ സൈഡ് കുറച്ചൊക്കെ ഉരുട്ടി വെച്ച പോലെ തോന്നും, അതിമോള സൈഡ് നല്ല പ്രോപ്പറായിട്ട് നിവർത്തി മടക്കി വെച്ച ആ ഒരു നീറ്റ്നെസ് ഉണ്ട്. അപ്പോൾ അതോടുകൂടെയൊക്കെ ഈവനിങ് കഴിഞ്ഞു. പിന്നെ രാത്രി ഫുഡ് അടിക്കലും പരിപാടിയൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ഇനി അടുത്ത പരിപാടി എന്താ വെച്ചാൽ അതിമോളെ ഡയറി എഴുതിപ്പിക്കും. എല്ലാ ദിവസവും എഴുതിയിരുന്നു, പിന്നെ എല്ലാ ദിവസവും സെയിം എന്നാണ് മമ്മ, എഴുതാനൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പം ജേണൽ എഴുതുന്ന പോലെ കുറച്ച് എഴുതും, കുറച്ച് ദിവസം എഴുതും, പിന്നെ അവിടുന്ന് കുറച്ച് ദിവസം എന്തെങ്കിലും കഴിഞ്ഞിട്ട് നല്ല ദിവസം എന്തെങ്കിലും ഉണ്ടെങ്കിൽ എഴുതും. അപ്പോൾ ഇന്ന് എന്നോട് പറഞ്ഞ് ഞാനിന്ന് ഓർഗനൈസ് ചെയ്തില്ലോ, പിന്നെ ഇങ്ങനെ ഞാൻ എൻ്റെ പ്രോഗ്രാമിനൊക്കെ പോയില്ലേ, അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ഇന്ന് ഡയറി എഴുതാമെന്ന് പറഞ്ഞ്. അപ്പോൾ അങ്ങനെ ഒന്ന് ഡയറി എഴുതായിരിക്കും. അപ്പം ഡയറി എഴുതുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് നടന്ന ഇവൻറ്റുകളൊക്കെ ഞാനിങ്ങനെ അവരുടെ ഇതുണ്ടല്ലോ ടാബിൽ ഇങ്ങനെ എഴുതി കൊടുക്കും. ഇറേസിങ് ടാബാണ് കേട്ടോ അത്, അതിലെഴുതി കൊടുക്കും. അപ്പം അതിലെഴുതുമ്പോൾ
അത് നോക്കിയിട്ട് ഇവള് സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്തിട്ട് സ്വന്തമായിട്ട് എഴുതും. അങ്ങനെ ഡയറി സ്വന്തമായിട്ട് തന്നെയാണ് എഴുതുന്നത്. ഞാനങ്ങനെ പറഞ്ഞു കൊടുക്കലൊന്നുമില്ല. സ്പെല്ലിംഗ് മിസ്റ്റേക്കൊക്കെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ മെയിൻ കാര്യങ്ങൾ ഇങ്ങനെ എഴുതി കൊടുക്കുന്നത്. പിന്നെ അതിൽ നിന്ന് സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്തിട്ട് സ്വന്തമായിട്ട് എഴുതും. ആദ്യം എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് റഫിൽ എഴുതി നോക്കിയിട്ടേ ഡയറിക്ക് എഴുതും. കാരണം ഈ ഡയറി എന്നുള്ള സ്വഭാവം ഇവിടെ ക്ലാസ്സിലെ ടീച്ചർ ഉണ്ടാക്കിയെടുത്തതാണ്. അപ്പോൾ ടീച്ചർ ഒരു പ്രാവശ്യം പറഞ്ഞതാണ്. ഇപ്പോൾ ക്ലാസ്സിൽ അവളും ഒരു ഫ്രണ്ടും മാത്രമേ ഇത് ഫോളോ ചെയ്യുന്നുള്ളൂ. ബാക്കിയുള്ള കുട്ടികളൊന്നും ആദ്യത്തെ 2 ദിവസം എഴുതി നിർത്തി എന്നല്ലാതെ പിന്നെ കണ്ടിന്യൂ ചെയ്തിട്ടില്ല. അപ്പം അവളോട് പറഞ്ഞതാണ്, ടീച്ചർ പറഞ്ഞതാണെന്നുള്ള നിലക്ക് ഇതിപ്പോഴും കണ്ടിന്യൂ ചെയ്ത് പോവും. മൺഡേ പോയിട്ട് ടീച്ചറെ കാണിച്ച് സൈന് വാങ്ങും. അങ്ങനത്തെ പരിപാടി ഇപ്പോഴും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യാനും കുറച്ച് ഇംഗ്ലീഷ് വെക്കാബുലറി ഒക്കെ കൂടും. അത് സ്വന്തമായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു ഇഷ്ടവും വരുമല്ലോ. അപ്പം അതുകൊണ്ട് ഡയറി എഴുതിപ്പിക്കും. മക്കളുടെ ഇടയിൽ ഇങ്ങനത്തെ എന്തെങ്കിലും ഇൻട്രസ്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വലിയ എഫേർട്ട് എടുക്കണ്ട, ചെറിയ എഫേർട്ടുകൾ എടുക്കുക. കുറച്ച് എഴുതുന്നവരാണെങ്കിൽ നല്ല രസമുള്ള ബുക്കും കാണാൻ ഇഷ്ടമുള്ള അവർക്ക് ഇഷ്ടമുള്ള ആളുകളുടെ അല്ലെങ്കിൽ ക്രിയേറ്റീവായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കൊടുക്കുക. പിന്നെ അതേപോലെ റീഡ് ചെയ്യാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ അതിനുള്ള എന്തെങ്കിലും പോസിബിലിറ്റി ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ ഇവൾക്ക് റീഡ് ചെയ്യാൻ വേണ്ടി ഞാൻ ബുക്സ് വാങ്ങിക്കൊടുത്തത്. പക്ഷേ എനിക്ക് വല്ലാണ്ട് എഫേർട്ട് എടുക്കില്ല. എഴുതാൻ വേണ്ടിയിട്ട് ക്രിയേറ്റീവായിട്ട് സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും, പക്ഷേ വായിക്കാൻ ശ്രമിക്കില്ല. അപ്പോൾ എനിക്ക് ടോട്ടോച്ചാൻ്റെ സ്റ്റോറീസൊക്കെ ഇവള് വായിക്കണം അറിയണം എന്നൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ അതിൻ്റെ ഓഡിയോ വേർഷൻ കേൾപ്പിച്ചു കൊടുക്കും. അപ്പോൾ അത് കേട്ടിരിക്കും, പക്ഷേ കഥ വായിക്കാനോ അല്ലെങ്കിൽ വായിച്ചത് കേട്ടിരിക്കാനോ എന്നുള്ളൊരു മൂഡും ഇല്ല. അത് ചിലപ്പോൾ എനിക്കുമില്ല. അതുകൊണ്ടായിരിക്കാം എനിക്കും ബുക്ക് വായിക്കാൻ ഞാൻ എങ്ങനെയൊക്കെ ബിൽഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടും എനിക്കതുകൊണ്ട് വരുന്നില്ല. ഒരു സമയത്ത് തുടങ്ങും, പിന്നെ ഞാൻ പതുക്കെ അതിന്ന് ബാക്ക് ചെയ്യും. അങ്ങനത്തെ ഒരു സ്വഭാവമുണ്ട്. അപ്പോൾ അതുകൊണ്ടായിരിക്കും. പക്ഷേ ടോട്ടോച്ചൻ്റെ കഥകളൊക്കെ ഇതേപോലെ ഓഡിയോസ് കേട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമ്മൾക്കത് ഇൻട്രസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് ചെറിയ എഫേർട്ട് എടുത്താൽ മതി. അവരതിങ്ങനെ പതുക്കെ അവർ സ്വയമായിട്ടത് കൂട്ടിക്കൊണ്ടുവന്നോളും. അപ്പോൾ അത്രയൊക്കെ തന്നെ. തിമോൾ ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റി ചെയ്യുമ്പം അല്ലും അതിൽ ഇൻവോൾവ് ആവാൻ പറ്റുമെങ്കിൽ അല്ലു ഇൻവോൾവ് ആവും കേട്ടോ. അല്ലു ഇപ്പോൾ ടാബൊക്കെ എടുത്തിട്ട് ഇങ്ങനെ എഴുതി നോക്കും. അതിമോൾ സീരിയസ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ അല്ലു വല്ലാണ്ട് ഡിസ്റ്റർബ് ചെയ്യാനൊന്നും പോലെ കേട്ടോ. അല്ലുവിൻ്റെതായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഡ്യൂട്ടിയൊക്കെ ചെയ്ത് അങ്ങനെ കൂടും. ഇപ്പോൾ രാത്രിയായി, ഇനിയിപ്പോൾ ഉറങ്ങാനുള്ള സമയമൊക്കെ ആയി. അപ്പോൾ ഇതോടുകൂടെ ഇന്നത്തെ കലാപരിപാടികൾ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാ അടുത്ത നല്ല നല്ല വീഡിയോസായിട്ട് വരാം. കൺസിസ്റ്റൻ്റായിട്ട് വീഡിയോസ് ഇടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും അസ്സലാമു അലൈക്കും. ടേക്ക് കെയർ. ബൈ.